Dear students, welcome to my channel at your classroom. എൻ്റെ ഈ ചാനലിൽ ഇംഗ്ലീഷ് ലെസൺസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷനും എക്സ്പ്ലനേഷനും ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം കേട്ട് മനസ്സിലാക്കി പഠിക്കുക. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ at your classroom. എൻവയൺമെന്റൽ സയൻസ് പാർട്ട് 1 സ്റ്റാൻഡേർഡ് 4. ഈ ലെസന്റെ രണ്ടാമത്തെ ലെസനായ The leaf too has to say. ഈ പാഠത്തിന്റെ മലയാളം എക്സ്പ്ലനേഷന്റെ വീഡിയോയിലേക്കാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലെസണിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ വായിച്ചു തുടങ്ങാം. Suma teacher and her students are preparing to transplant the vegetable seedlings they had sown. അപ്പം അവർ വിതച്ച് മുളച്ചു കഴിഞ്ഞ വെജിറ്റബിൾസിന്റെ ചെറിയ ചെറിയ തൈകൾ അതിനെന്ത് ചെയ്യാൻ പോവാണ്? ദേ ആർ പ്രിപ്പയറിംഗ് ടു ട്രാൻസ്പ്ലാന്റ്. അതിനെ മാറ്റി നടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ടീച്ചറും അവരുടെ സ്റ്റുഡൻസും. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ചിൽഡ്രൻ വാട്ടർ ദ പിച്ച് വെൽ ആൻഡ് അപ്രൂവ് ദ സാപ്ലിങ്സ് കെയർഫുള്ളി വിത്തൗട്ട് ബ്രേക്കിംഗ് ദ റൂട്ട്സ് സെഡ് ദ ടീച്ചർ ടു ദ ചിൽഡ്രൻ. അപ്പൊ ടീച്ചർ കുട്ടികളോടൊരു കാര്യം പറഞ്ഞു. എന്താ അത്? അതായത് വാട്ടർ ദ പിച്ച് വെൽ, ആ ചെടികളുള്ള ആ സ്ഥലം, ആ പിറ്റ് നല്ലോണം വെള്ളം നനച്ച് കുതിർത്തെടുക്കണം. എന്നിട്ട് മെല്ലെ ആ റൂട്ട് പൊട്ടാതെ ആ തൈ ചെടികൾ, സാപ്ലിങ്സ്, ചെറിയ ചെറിയ തൈയൊക്കെ മെല്ലെ അപ്രൂട്ട് ചെയ്യുക, മെല്ലെ പറിച്ചെടുക്കുക. ദ ചിൽഡ്രൻ എക്സാമിൻ ദ സാപ്ലിങ്സ് ടു ചെക്ക് വെദർ ദ റൂട്ട്സ് വർ ഡാമേജ്. അത് പറിച്ചതിന് ശേഷം കുട്ടികൾ എന്ത് ചെയ്ത് ആ റൂട്ടൊക്കെ പരിശോധിച്ചു, പൊട്ടിപ്പോയിട്ടുണ്ടോ, ഡാമേജ് ആയിട്ടുണ്ടോ എന്നെല്ലാം പരിശോധിച്ചു. പിന്നെ അവിടെ എന്താണ്? ടീച്ചർ, ദ റൂട്ട്സ് ഓഫ് ദ വെജിറ്റബിൾ സാപ്ലിങ്സ് and the muttanga growing between them are not similar, are they? ബിജീഷ് asked. അപ്പോൾ ബിജീഷ് എന്ന് പറഞ്ഞ കുട്ടി ഒരു കാര്യം ടീച്ചറോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ആ വെജിറ്റബിൾ സാപ്ലിങ്സിന്റെ റൂട്ടും അതിന്റെ ഇടയിൽ വളരുന്ന മുത്തങ്ങ എന്ന് പറഞ്ഞ ചെടിയുടെ റൂട്ടും ഒന്നും കറക്റ്റ് അല്ല. അതായത് കറക്റ്റ് അല്ല മീൻസ് സിമിലർ അല്ല, ദേ ആർ നോട്ട് സിമിലർ, അതായത് ഒരേപോലെ അല്ലല്ലോ എന്ന് ബിജീഷ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ചോദിച്ചു. ഇവിടെ ബിജീഷ് ചോദിച്ച കാര്യത്തിൽ ഒരു മുത്തങ്ങ ചെടീനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ മുത്തങ്ങ ചെടി എന്താന്നുള്ളത്. ഈ മുത്തങ്ങ ചെടി എന്താന്ന് പറഞ്ഞാല് ഇവിടെ എന്താ പറയുന്നത്? മുത്തങ്ങ ഓർ നട്ട് ഗ്രാസ് ഈസ് എ മെഡിസിനൽ പ്ലാന്റ് ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ ഹോം മേക്കേഴ്സ് ആൻഡ് ഈസ് സീൻ ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ഹോംസ് ആൻഡ് ഈവൻ ഓൺ റോഡ് സൈഡ്. അപ്പൊ ഈ മുത്തങ്ങ ചെടി എന്ന് പറഞ്ഞാല് അതിനെ വേറൊരു പേരിൽ അറിയപ്പെടും, നട്ട് ഗ്രാസ് എന്ന് അറിയപ്പെടും. അതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്, മരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണത്. അതിന്റെ കിഴങ്ങാണ് ഉപയോഗിക്കുക. അത് നമ്മളെ വീടിന്റെ പറമ്പിലും പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ കാട് മാതിരി ഇഷ്ടംപോലെ വളരും. ബേസ്ഡ് ഓൺ ഇറ്റ്സ് യൂസേജ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പവർഫുൾ ആൻഡ് വണ്ടർഫുൾ മെഡിസിൻ. അപ്പോൾ വളരെ ശക്തിയേറിയ ഒരു മെഡിസിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇറ്റ് ഈസ് എ ട്യൂബറസ് ഹെർബ് ദാറ്റ് ഗ്രോസ് അബൻഡന്റ്ലി. ട്യൂബറസ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് ഉള്ളൊരു ടൈപ്പ് ചെടിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് മുത്തങ്ങ എന്ന് പറയുന്ന ചെടീനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിബീഷ് വുഡ് ഹാവ് നോട്ടീസ്ഡ്? ഓക്കെ, അപ്പൊ ബിബീഷ് നോട്ട് ചെയ്ത ഡിഫറൻസസ് എന്തൊക്കെ ആയിരിക്കും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. അപ്പൊ ഇവിടെ നമുക്ക് ബിബീഷ് ചോദിച്ച ചോദ്യം നമുക്കങ്ങനെ എഴുതാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഡിഫറൻസ് എഴുതാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് മുത്തങ്ങ എന്ന് പറഞ്ഞൊരു ചെടി ആ വെജിറ്റബിൾ സാപ്ലിങ്സിന്റെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം മുത്തങ്ങ എന്ന് പറഞ്ഞ ചെടിയുടെ റൂട്ട് എന്താന്നൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കി. പക്ഷേ വെജിറ്റബിൾ സാപ്ലിങ്സ് ഏത് ടൈപ്പാന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ആ റൂട്ട് എങ്ങനത്തേതാന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഡിഫറൻസ് നമുക്കിപ്പം തൽക്കാലം എഴുതാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് എന്താ പറയുന്നത്? ഗോ ഫോർ എൻ എക്കോ വാക്ക് വിത്ത് യുവർ ഫ്രണ്ട്സ്. എക്കോ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞുതരാം. എക്കോ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങാം. ഈ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഇന്റൻഷൻ എന്തായിരിക്കണം? ചെടികളെ വാച്ച് ചെയ്യുക, ചെടികളെ കളക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ റൂട്ട്, അതിന്റെ ലീഫ്, അതിന്റെ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കുക. ഇതാണ് എക്കോ വാക്ക്. അവിടെ പറയുന്നുണ്ട് കളക്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. കണ്ടോ, നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്ലാന്റ്സിനെ പറിച്ച് എടുക്കുക. എക്സാമിൻ ദ പ്ലാന്റ്സ് ആൻഡ് ഒബ്സർവ് ദ റൂട്ട്സ് കെയർഫുള്ളി. അപ്പൊ അതിന്റെ റൂട്ട്സ് ഒക്കെ തമ്മിൽ നോക്കുക, താരതമ്യപ്പെടുത്തി നോക്കുക.
എങ്ങനത്തെ റൂട്ടാണെന്നുള്ളതെന്നൊക്കെ നമ്മൾ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ദ പെക്യുലർ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദം ഇൻ യുവർ എൻവയൺമെന്റ് ഡയറി. എന്നിട്ട് ഡയറിയിൽ അത് നോട്ട് ചെയ്യുക. ഷോ ദിസ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഡിസ്കസ്. എന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനെ അടുത്ത് കാണിക്കുക, നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. കാരണം നിങ്ങളെ ഫ്രണ്ട്സ് ഇതേപോലെ ഒരു എക്കോ വാക്കിന് പോയിട്ട് അവർക്കും കിട്ടിയിട്ടുണ്ടാവും കുറെ ചെടികളൊക്കെ. ഡ്രോ പിക്ചേഴ്സ് ടു, അതിന്റെ പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ ചെയ്യുക. മിസ്നാസ് ഒബ്സർവേഷൻ നോട്ട്സ്. ഇവിടെ മിസ്ന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഒബ്സർവേഷൻ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഇൻ വൺ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് a thick main root is seen growing from the base of the stem. Several smaller roots have grown from that root. The thick root is long. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ a thick main root is seen going from the base of the stem. അപ്പോൾ സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന് ഒരു സിംഗിൾ തിക്ക് റൂട്ട് താഴോട്ട് വളരുന്നുണ്ട്. Several smaller roots have grown from that root. ആ റൂട്ടിൽ നിന്ന് മറ്റു ചില ചെറിയ ചെറിയ റൂട്ട്സും വളർന്നിട്ടുണ്ട്. The thick root is long. ആ തിക്ക് റൂട്ട് വളരെ നീളം കൂടിയതാണ് ഒരു നോട്ട് പറയുന്നത്. അടുത്ത നോട്ടിൽ എന്താ പറയുന്നത്, in another group of plants several roots have grown from the base of the stem. All roots are similar. The roots are thin. Okay, മറ്റ് ഗ്രൂപ്പിലെ several roots have grown from the base of the stem. സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന് വളരെ അധികം റൂട്ട്സ് വളർന്നിട്ടുണ്ട്. ആ എല്ലാ റൂട്ട്സും ഒരേപോലെയാണ്, നേരിയതുമാണ്. അപ്പൊ ഇതാണ് രണ്ട് മിസ്ന ഒബ്സർവ് ചെയ്ത നോട്ട്സ്. പിന്നെ അവിടെ താഴോട്ട് എന്താ പറയുന്നത്, കമ്പയർ ദം വിത്ത് യുവർ ഒബ്സർവേഷൻ. അപ്പൊ നിങ്ങൾ ഒബ്സർവേഷൻ ആയിട്ട് ഇത് കമ്പയർ ചെയ്യാം. ഹൗ മെനി ടൈപ്സ് ഓഫ് റൂട്ട്സ് ഡിഡ് മിസ്ന ഒബ്സർവ്? മിസ്ന എത്ര ടൈപ്പ് റൂട്ട്സ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? ഹൗ മെനി ടൈപ്സ് ഓഫ് റൂട്ട്സ് കുഡ് യു ഐഡന്റിഫൈ? നിങ്ങൾക്ക് എത്ര ടൈപ്പ് ഓഫ് റൂട്ട്സ് കണ്ടെത്താൻ പറ്റി? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പൊ മിസ്ന കണ്ടത് 2 ടൈപ്പ് ഓഫ് റൂട്ടാണ്, അത് നമ്മൾ അവിടെ നോട്ടിൽ മനസ്സിലാക്കി. നിങ്ങൾ എത്ര ടൈപ്പ് റൂട്ട് കണ്ടെന്നും കൂടെ നിങ്ങൾ അത് എഴുതണം. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അവിടെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്, ഫിഗർ 1 ആൻഡ് ഫിഗർ 2. അവിടെ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് എഴുതിയിട്ടുണ്ട്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളവിടെ എഴുതിയത് എന്താ വായിക്കാം, ഒബ്സർവ് ഫിഗർ 1 where there similar roots among the roots you observed. അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്ത റൂട്ട്സിൽ ഇതുപോലെ ഫിഗർ 1 കാണുന്നത് പോലെയുള്ള റൂട്ട് സിസ്റ്റം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യമാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ കാണാം, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 റൂട്ട്സ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പൊ ആ ഫിഗറിൽ കാണിച്ച പോലെ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 റൂട്ട്സ് ഷോൺ ഇൻ ദ ഫിഗർ. ആ 2 റൂട്ട്സും തമ്മിൽ എന്താ ഡിഫറൻസ്? Note down the difference in the environment diary. Observe the root system in figure 1. അപ്പോൾ ആ ഡിഫറൻസ് ഡയറിയിൽ എഴുതുക. Observe the root in figure 1. Don't you see a large root growing down from the stem? അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. ഒരു ലാർജ് റൂട്ട് സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന് അങ്ങനെ തുടങ്ങി താഴോട്ട് പോകുന്നുണ്ട്. This root is called the tap root system. ഈ റൂട്ട് സിസ്റ്റത്തിനെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. Other small roots grow from this root. അപ്പൊ ഈ റൂട്ടിൽ നിന്നാണ് മറ്റ് റൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു സിംഗിൾ റൂട്ട് ഇങ്ങനെ മേലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ മേലിൽ നിന്നാണ് മറ്റ് ചില റൂട്ട്സ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റെമ്മിന്റെ ബേസ് ആണ്, സ്റ്റെമ്മിന്റെ ബേസിന് താഴോട്ടാണ് കാണിച്ചത്. ആ കാണിച്ച പോയിന്റിന് മേലോട്ട് സ്റ്റെം ആണ്. ഇവിടെ അതേമാതിരി ഫൈബ്രസ് റൂട്ടിൽ സ്റ്റെം ബേസ് ഈ ലൈനാണ്. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ചെടിയും അതിന്റെ താഴോട്ട് കാണുന്നത് റൂട്ട്സും. അപ്പൊ ഇത് ഫൈബർസ് റൂട്ട്സ്. ആ ബേസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന അനേക റൂട്ട്സ് ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാം നേരിയതാണ്. ഓക്കെ, ഇതാണ് ഫൈബ്രസ്. അപ്പൊ ഫൈബ്രസിനെ പറ്റി നമുക്ക് മുന്നോട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകമായിട്ട് എഴുതിയത് എന്താ, ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ലാർജ് ടാപ്പ് റൂട്ട് ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. അപ്പൊ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്തൊക്കെയുണ്ട് അതില്? കൺസിസ്റ്റ് ഓഫ് ലാർജ് ടാപ്പ് റൂട്ട്, അതായത് ഈ ഒറ്റ ടാപ്പ് റൂട്ട് വലുത് ഒന്ന്. പിന്നെ അവിടെ പറയുന്നത് സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്, പിന്നെ ചെറു ചെറു ശാഖകൾ, ചെറിയ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. അപ്പൊ ഈ ഒരു സിസ്റ്റമാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. എക്സാമിൻ ഫിഗർ 2. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, എക്സാമിൻ ഫിഗർ 2. ഫിഗർ 2 എക്സാമിൻ ചെയ്യുമ്പോൾ എന്താ ഇവിടെ കാണുന്നത്, നമ്മള് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട്. ചെടിയുടെ ബേസിൽ നിന്ന്, ആ ബേസ് ലൈനിൽ നിന്നാണ് എല്ലാ റൂട്ട്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാപ്പ് റൂട്ട് പോലെയല്ല, ഒരേ സ്ഥലത്ത് നിന്ന്
ഒരേപോലെയുള്ള റൂട്ട്സ് ഒരു ബഞ്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഫൈബ്രസ് റൂട്ട് എന്ന് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിൻ ചെയ്തതിന് ശേഷം നമ്മളത് മുന്നോട്ട് വായിക്കാം. യു മേ ഹാവ് നോട്ടീസ്ഡ് സച്ച് റൂട്ട്സ് ഡ്യൂറിങ് ആൻ എക്കോ വാക്ക്. അപ്പോൾ ഇതുപോലുള്ള റൂട്ട്സ് നിങ്ങൾ എക്കോ വാക്കിൽ കണ്ടു കാണും. ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ ടാപ്പ് റൂട്ട് സിസ്റ്റം യു ജസ്റ്റ് റെഡ് അബൌട്ട്. ഇപ്പം നിങ്ങൾ വായിച്ചതുപോലെ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഡു യു സീ എ തിക്ക് മെയിൻ റൂട്ട് ഇൻ ദിസ് റൂട്ട് സിസ്റ്റം? ഈ റൂട്ട് സിസ്റ്റത്തിൽ നിങ്ങൾ തിക്കായിട്ടുള്ളൊരു മെയിൻ റൂട്ട് കാണുന്നുണ്ടോ? ടാപ്പ് റൂട്ടിൽ കണ്ടതുപോലെ. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ബിറ്റ്വീൻ ദ റൂട്ട്സ് ഇൻ ഇറ്റ്? ഇതിലുള്ള റൂട്ട്സൊക്കെ ഷേപ്പിലും സൈസിലും ഒക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഫ്രം വെയർ ദീസ് റൂട്ട്സ് അറൈസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, എവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കത് കണ്ടല്ലോ, ഇപ്പം പിക്ചറിൽ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബേസ് എന്നാണ്, ഈ ചെടിയുടെ ബേസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറയുന്നത്, റെക്കോർഡ് ദീസ് ഒബ്സർവേഷൻ ഇൻ യുവർ ഡയറി. അപ്പോൾ നിങ്ങൾ ഡയറിയിൽ ഇത് ഒബ്സർവേഷനൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിനെ പറ്റി ഒരു കാര്യം പറയും. ടാപ്പ് റൂട്ട് സിസ്റ്റം ഗ്രോസ് മോർ ഡീപ്ലി. ഓക്കെ, ടാപ്പ് റൂട്ട് സിസ്റ്റം വളരെ ആഴത്തിൽ പോകും. ഹെൻസ് ദീസ് റൂട്ട്സ് ഹോൾഡ് ദ പ്ലാന്റ് ഫേർമലി ഇൻ ദ സോയിൽ. അപ്പോൾ ഈ റൂട്ടിലുള്ള പ്ലാന്റ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് മണ്ണിൽ നിൽക്കും. ഫേർമലി എന്ന് പറഞ്ഞാൽ വളരെ ഉറപ്പോടുകൂടെ. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഫൈബ്രസ് റൂട്ടിനെ പറ്റിയിട്ട് ഒരു ചെറിയ നോട്ട് തന്നിട്ടുണ്ട്. The fibrous root system includes a cluster of similar roots growing from the base of the stem. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള സിമിലർ റൂട്ട്സ്, ഒരേപോലെ റൂട്ട്സിനെയാണ് ഈ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. പേജ് നമ്പർ 22 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. Let us try to find out some plants that have fibrous root system. ഓക്കെ, അപ്പോൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉള്ള ചില ചെടികളെയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 3 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോക്കനട്ട് ട്രീ, അരക്നട്ട് പാം, ബാംബു. അപ്പോൾ കോക്കനട്ട് ട്രീയിലെ വേര് ഫൈബ്രസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അരക്നട്ട് പാമിൻ്റെ ഫൈബ്രസ് ആണ്, ബാംബുവിൻ്റെ ഫൈബ്രസ് ആണ്. ഓക്കെ, നൗ ലിസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇൻ യുവർ എൻവയൺമെൻറ്റ് ഡയറി. അപ്പം ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് ഡയറിയിൽ എഴുതാം. അപ്പോൾ അതിനൊരു ചെറിയ നോട്ട് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കാം ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇവിടെ എന്താ പറയുന്നത്, എ സിംഗിൾ ലാർജ് സെൻട്രൽ റൂട്ട് ദാറ്റ് ഗ്രോസ് സ്ട്രെയിറ്റ് ഡൗൺ ഫ്രം ദ സ്റ്റെം ഓഫ് എ പ്ലാന്റ് ടേപ്പറിംഗ് ഇൻ ഷേപ്പ് ആൻഡ് ഓഫൻ വെരി തിക്ക്. അവരെന്താ പറയുന്നത്, ഒരു സിംഗിൾ ലാർജ് നീളമുള്ള സെൻട്രൽ റൂട്ട് നടുക്ക് വളരുന്ന that grows straight down from the stem of the plant. പ്ലാന്റിൻ്റെ ഈ സ്റ്റെമ്മിൻ്റെ റൂട്ടിൽ നിന്ന് ആ ബേസിൽ നിന്ന് നേരെ താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വളരുന്ന ഒരു ടൈപ്പ് ഓഫ് റൂട്ടാണിത്. ടേപ്പറിങ് ഇൻ ഷേപ്പ്. ടേപ്പർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തടി ഉണ്ടാവും, പോകെ പോകെ നേരിയതായിട്ട് വരും. ഓഫൺ വെരി തിക്ക്, നല്ല തിക്കായിരിക്കും. അതർ റൂട്ട്സ് മേ സ്പ്രൗട്ട് ലാറ്ററലി ഫ്രം ദ ടാപ്പ് റൂട്ട്. അപ്പോൾ മറ്റുള്ള റൂട്ട്സ്, ചെറിയ ചെറിയ റൂട്ട്സ് ലാറ്ററലായിട്ട്, അതായത് സൈഡിലേക്കാണ് ഈ വളരുന്നത്. ഈ മെയിൻ റൂട്ടിൽ നിന്ന് സൈഡിലോട്ട് വളരും. ടാപ്പ് റൂട്ട് ക്യാൻ ഇംപ്രൂവ് സോയിൽ എയറേഷൻ ബൈ ക്രിയേറ്റിംഗ് ചാനൽസ്. അപ്പോൾ ഈ ടാപ്പ് റൂട്ട് ഇങ്ങനെ തുളച്ച് പോവുകയാണ് മണ്ണിലേക്ക്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ചാനൽസ് സംഭവിക്കും. അപ്പോൾ ആ ചാനലിലേക്കൊക്കെ നല്ല കാറ്റോട്ടുണ്ടാവും. അതാണ് എയറേഷൻ എന്ന് പറയുന്നത്. ഇൻ സം പ്ലാന്റ്സ് ലൈക്ക് ക്യാരറ്റ്സ് ദ ടാപ്പ് റൂട്ട് ഈസ് സോ വെൽ ഡെവലപ്ഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റോറേജ് ഓർഗൻ ആൻഡ് കൾട്ടിവേറ്റഡ് ആസ് എ വെജിറ്റബിൾ. അപ്പോൾ ഈ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ വരുന്നതാണ് നമ്മുടെ ക്യാരറ്റ് ആ റൂട്ടാണ് ആക്ച്വലി. ആ റൂട്ടിൽ അതിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഒരു വെജിറ്റബിൾ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാം, ഭക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ടാപ്പ് റൂട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഫൈബ്രസ് റൂട്ട് നോക്കാം. ഫൈബ്രസ് റൂട്ടിൽ എന്താ പറയുന്നത്, എ ഡെൻസ് നെറ്റ്വർക്ക് ഓഫ് സ്മോളർ തിൻ ബ്രാഞ്ച് റൂട്ട്സ് ദാറ്റ് ഗ്രോ ഔട്ട് ഫ്രം ദ ബേസ് ഓഫ് എ പ്ലാന്റ് ഓഫൺ ഹൊറിസോണ്ടലി ആൻഡ് ക്ലോസർ ടു ദ സർഫസ് ഓഫ് ദി ഗ്രൗണ്ട്. അപ്പം ഈ ബേസ് ഓഫ് ദ പ്ലാന്റ് എന്നാണ് റൂട്ട് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതും ബേസിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതും ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ബഞ്ചായിട്ടാണ് പോകുന്നത്. ഓക്കെ, ബഞ്ച്ഡ് റൂട്ട്സ് ദാറ്റ് ഗ്രോസ് ഔട്ട് ഫ്രം ദ ബേസ് ഓഫ് ദ പ്ലാന്റ് ഓഫൺ ഹൊറിസോണ്ടലി ആൻഡ് ക്ലോസർ ടു ദ സർഫസ്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് സർഫസിന് അധികം ആഴത്ത് പോകത്തില്ല അത്. ഓക്കെ, ഫൈബ്രസ് റൂട്ട്സ് ക്യാൻ ഹെൽപ്പ് പ്രിവെന്റ് സോയിൽ എറോഷൻ. ഈ ഫൈബ്രസ് റൂട്ട് ഒരു മാറ്റ് പോലെയാണ്, ഇങ്ങനെ ഒരു
ഒരു നെറ്റ്വർക്ക് പോലെ ഉണ്ടാവും, അടുപ്പിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പോൾ അത് സോയിലിനെ അധികം ഒഴുകി പോകാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, ദെൻ പിന്നെന്താ പറയുന്നത് ഇവിടെ, മെയിൻലി എയറേഷൻ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ലിമിറ്റഡ് എയറേഷൻ ഉണ്ടാവുള്ളൂ ടാപ്പ് റൂട്ട് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഫൈബ്രസ് റൂട്ട്സ് ഓൾസോ പ്രൊവൈഡ് എ ലാർജ് കോണ്ടാക്ട് ഏരിയ വിത്ത് ദ സോയിൽ. ഫൈബ്രസ് റൂട്ട്സ് വളരെ ഒരു വലിയ ഏരിയ ആയിട്ട് ഇങ്ങനെ സോയിലിൽ പരന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളാണ് ഫൈബ്രസ് റൂട്ടും ടാപ്പ് റൂട്ടും തമ്മിൽ നമുക്ക് മനസ്സിലാവും, ഡിഫറൻസ് മനസ്സിലാവും, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ഡ്രോ ദ പിക്ചർ of the taproot system and the fibrous root system based on your observation. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒബ്സർവേഷനിൽ നിങ്ങൾ കണ്ടതുപോലെ ടാപ്പ് റൂട്ടിൻ്റെയും ഫൈബ്രസ് റൂട്ട്സിൻ്റെയും പിക്ചേഴ്സ് വരയ്ക്കാനാണ് പറയുന്നത്. അടുത്തത്, ടീച്ചർ, ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് വി ഒബ്സർവ് ആർ ഓൾസോ നോട്ട് സിമിലർ. ബിബീഷ് പോയിന്റഡ് ഔട്ട് ടു സുമ ടീച്ചർ. അപ്പോൾ ബിബീഷ് വേറൊരു പോയിന്റ് സുമ ടീച്ചറെ കാണിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് സിമിലർ അല്ല, റൂട്ട് സിമിലർ അല്ലാത്തതുപോലെ പ്ലാന്റ്സിന്റെ ലീവ്സും ഒരേപോലെ അല്ല എന്നാണ് ബിബീഷ് പറയുന്നത്. താഴോട്ട് എന്താ നോക്കാം. വാട്ട് ഡിഫറൻസസ് ഡു യു സീ? എന്താണ് നിങ്ങൾ കാണുന്ന ഡിഫറൻസ്? അപ്പം നമുക്ക് ഒബ്സർവ് ചെയ്യാം. ലെറ്റ് us observe. While you observe the shape and size of the leaf, also take note of the peculiarities of their vein-like structures. Don't forget to record the differences in the environmental diary, said the teacher. അപ്പോൾ ടീച്ചർ അവിടെ ഒരു കാര്യം അവർ തിരിച്ചോർമ്മപ്പെടുത്തി. അതായത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ലീഫിലെ ഒരു പെക്യുലർ ആയിട്ടുള്ളൊരു സംഗതി ഉണ്ട്, അതായത് അതിൻ്റെ വെയിൻസ്. ആ വെയിൻസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണം. നോട്ടീസ് ദ പാറ്റേൺ ഓഫ് ദ ലീവ്സ് ഇൻ ദ പിക്ചർ. കംപ്ലീറ്റ് ദ പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട്സ് സ്റ്റാർട്ടിങ് ഫ്രം ദ ലീഫ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ രണ്ട് പിക്ചർ ഡോട്ടഡ് ലൈനിൽ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഫിഗർ 3 ആൻഡ് ഫിഗർ 4. അതിലൂടെ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഡോട്ടിൽ കൂടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലീഫിൻ്റെ വെയിൻസും ലീഫിൻ്റെ ഷേപ്പും നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ദ പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട് സ്റ്റാർട്ടിങ് ഫ്രം ദ ലീഫ് സ്റ്റോക്ക്. ഇവിടെയാണ് ലീഫ് സ്റ്റോക്ക്. ഈ ലീഫ് സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ മേലോട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് ലീഫും 2 ടൈപ്പ് ഓഫ് വെയിൻസും ഇവിടെ കിട്ടും. Can you see the veins of the leaves clearly? ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വെയിൻസ് കാണുന്നുണ്ടോ? What difference did you notice between the 2 leaves? Write them down in the environmental diary. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾ ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് വെയിൻസ് ആണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ശാഖകൾ പോലെ പോകുന്നുണ്ട്. പിന്നെ അടുത്തത് നേരെ ഇവിടുന്ന് ലീഫ് സ്റ്റോക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടിപ്പിൽ എൻഡ് ചെയ്യുന്ന മാതിരി അങ്ങനെയും പോകുന്നുണ്ട്. 2 ടൈപ്പാണ്. ട്രൈ ടു tear a mango leaf, a jack tree leaf, a coconut palm leaf and a bamboo leaf. 4 ടൈപ്പ് ഓഫ് ലീഫ് ട്രൈ ടു tear എന്ന് പറഞ്ഞാൽ കീറി നോക്കുക. into several long pieces downwards from the tip. അവരിവിടെ പറയുന്നത് ടിപ്പ് മുതൽ താഴോട്ട് കീറി നോക്കാനാണ് പറയുന്നത്. Could you tear all the leaves easily without breaking them? നിങ്ങൾക്ക് എല്ലാ ലീഫും വളരെ ഈസി ആയിട്ട് പൊട്ടിപ്പോകാതെ കീറാൻ പറ്റുന്നുണ്ടോ? Which of these leaves could you tear into long pieces? ഏത് ലീഫാണ് നിങ്ങൾക്ക് നീളമുള്ള പീസസ് ആയിട്ട് കീറി മുറിച്ചെടുക്കാൻ പറ്റുന്നത്? Which of them you could not tear into long pieces? ഏത് ലീഫാണ് നിങ്ങൾക്ക് അങ്ങനെ ലോങ് പീസസ് ആയിട്ട് പറ്റാത്തത്? അത് നിങ്ങൾ എക്സ്പെരിമെന്റ് പോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങൾ ഡയറിയിൽ നോട്ട് ചെയ്യണം. ക്ലാസിഫൈ ദം ആൻഡ് റൈറ്റ്. കണ്ടോ, അതിനെ തരം തിരിച്ചെഴുതാൻ. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ പറയുന്നത് എന്താ? എക്സാമിൻ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ്. പിന്നെ ആ ലീവ്സിന്റെ വെയിൻസ് ഒക്കെ നോക്കുക. ഡ്രോ ദ വെയിൻസ് ഇൻ ദ ലീവ്സ് ആസ് ദ അപ്പിയർ ഇൻ ദ എൻവയൺമെന്റ് ഡയറി. അപ്പോൾ ആ ലീവ്സിന്റെ മുകളിൽ കാണുന്ന വെയിൻസ് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ഡയറിയിൽ വരയ്ക്കുക. നൗ പേജ് നമ്പർ 24-ൽ നമുക്കിവിടെ റെക്ടിക്കുലേറ്റ് വീനേഷൻ ആൻഡ് പാരലൽ വീനേഷൻ പറ്റിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. Did you see the veins lying interconnected in the leaves you observed and the pictures you drew as in figure 5? അതായത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത ലീവ്സും നിങ്ങൾ അവിടെ ഡോട്ടഡ് ലൈനിൽ വരച്ച പിക്ചർ, അതായത് ഫിഗർ 3-ൽ നിങ്ങൾ വരച്ചതും ആയിട്ട് ഈ പിക്ചറായിട്ട് ഫിഗർ 5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പിന്നെ now look at the main vein in the middle of the leaf. ഇപ്പം ലീഫിന് നടുക്കുള്ള ആ മെയിൻ വെയിന് നോക്കാനാണ് പറയുന്നത്.
സ്റ്റാർട്ടിങ് ഫ്രം ദ ലീഫ് സ്റ്റോക്ക് ടു ഇറ്റ്സ് ടിപ്പ്. ഈ ലീഫ് സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ടിപ്പ് വരെയുള്ളത്. ഡിഡ് യു നോട്ടീസ് മെനി സ്മോൾ ബ്രാഞ്ചസ് അറൈസിംഗ് ഫ്രം ദ മെയിൻ വെയിൻ കണക്റ്റഡ് ടു വൺ അനദർ ലൈക്ക് എ നെറ്റ്വർക്ക്? ഈ മെയിൻ വെയിനിൽ നിന്ന് വീണ്ടും ചില വെയിൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നെ വീണ്ടും ചെറിയ ചെറിയ വെയിൻസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ ആവുന്നതും നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? അത് നിങ്ങൾ നോട്ടീസ് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ദ നെറ്റ്വർക്ക് ലൈക്ക് വീനേഷൻ ഇൻ ലീവ്സ് ഈസ് കോൾഡ് റെക്ടിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ ഈ നെറ്റ്വർക്ക് പോലെയുള്ള വീനേഷന്റെ പേരാണ് റെക്ടിക്കുലേറ്റ് വീനേഷൻ. അപ്പം ദാറ്റ്സ് ക്ലിയർ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, were there leaves with veins as in figure 6 among the leaves you observed? അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത ലീവ്സിന്റെ കൂട്ടത്തിൽ ഫിഗർ 6 കണ്ട പോലത്തെ വീനേഷൻസ് കണ്ടിട്ടുണ്ടോ? നോട്ടീസ് ഹൗ ദ വീനേഷൻ ഇൻ സച്ച് ലീവ്സ് ഡിഫർ ഫ്രം റെക്ടിക്കുലേറ്റ് വീനേഷൻ. അപ്പം ഈ ലീഫിലെ വീനേഷനും റെക്ടിക്കുലേറ്റ് വീനേഷനും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് നോട്ട് ചെയ്യാം. നോട്ട് ഡൗൺ ദ ഡിഫറൻസ് ഇൻ യുവർ എൻവയൺമെന്റ് ഡയറി. ദ വെയിൻസ് ഇൻ ദ ലീഫ് do not touch one another. Starting from the leaf stalk, they run parallel and join at the tip of the leaf. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ലീഫിലെ വീനേഷൻ വെയിൻസ് തമ്മിൽ തട്ടുന്നില്ല. അവർ ലീഫ് സ്റ്റോക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടിപ്പ് വരെ പോകുന്നുണ്ട്, ബട്ട് പാരലൽ ആയിട്ടാണ് പോകുന്നത്. ലോങ് ദേ ആർ നോട്ട് ടച്ചിങ് ഈച്ച് അതർ. മറ്റേ റെക്ടിക്കുലേറ്റ് വീനേഷനിൽ ടച്ച് ചെയ്യുന്ന പോലെ ഇതിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ദ പാരലൽ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ഇൻ ലീവ്സ് ഈസ് കോൾഡ് പാരലൽ വീനേഷൻ. അപ്പോൾ ഈ പാരലൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സിന്റെ വെയിൻസിനെ പാരലൽ വീനേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് വീനേഷൻ ഇവിടെ നമ്മൾ കണ്ടു, റെക്ടിക്കുലേറ്റ് ആൻഡ് പാരലൽ. നോട്ട് ഡൗൺ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റെക്ടിക്കുലേറ്റ് വീനേഷൻ ആൻഡ് പാരലൽ വീനേഷൻ ഇൻ ദ എൻവയൺമെന്റ് ഡയറി. അപ്പോൾ നിങ്ങൾ എൻവയൺമെന്റ് ഡയറിയിൽ ഇതുപോലൊരു ചാർട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, വീനേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റം. ടാബ്ലേറ്റ് ദ റൂട്ട് സിസ്റ്റം ആൻഡ് വീനേഷൻ ഓഫ് ദ പ്ലാന്റ്സ് വി ഒബ്സർവ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യുക, അതിൻ്റെ റൂട്ട് സിസ്റ്റം ഏതാണ് നോട്ട് ചെയ്യുക, വീനേഷൻ ഏതാണ് നോട്ട് ചെയ്യുക. ഇവിടെ കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ കൊടുത്തിട്ടുണ്ട്. അത് കോക്കനട്ട് ട്രീൻ്റെത് റൂട്ട് ഫൈബ്രസ് ആണ്, വീനേഷൻ പാരലൽ ആണ്. മാംഗോ ട്രീൻ്റെ റൂട്ട് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്, ലീഫിൻ്റെ വീനേഷൻ റെക്ടിക്കുലേറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാർട്ടിൽ ഇപ്പോൾ ആദ്യത്തെ 2 ട്രീ ടെക്സ്റ്റ് തന്നത് കൂടാതെ ഞാൻ ജാക്ക് ഫ്രൂട്ട് ട്രീ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടാപ്പ് റൂട്ട് റെക്ടിക്കുലേറ്റ് വീനേഷനാണ്. ഷുഗർ കെയിൻ, അറാക്നട്ട് ട്രീ, ബനാന പ്ലാന്റ്, പീപ്പൽ ട്രീ, ടാമറിൻഡ് ട്രീ, കാഷ്യൂ ട്രീ. ഓക്കെ, അപ്പോൾ ഇത്രയും ട്രീസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് ട്രീസ് നിങ്ങളുടെ ഡയറിയിൽ ആഡ് ചെയ്യുക, അതിൻ്റെ റൂട്ട് സിസ്റ്റവും ലീഫ് വീനേഷനൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ, നൗ സ്റ്റഡി ദ ടേബിൾ കെയർഫുള്ളി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ റൂട്ട് സിസ്റ്റം ആൻഡ് വീനേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ റൂട്ട് സിസ്റ്റവും വീനേഷനും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ടാപ്പ് റൂട്ട് സിസ്റ്റം വരുന്നതിനൊക്കെ റെക്ടിക്കുലേറ്റും ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കോക്കനട്ട് ട്രീയിൽ ഫൈബ്രസ് റൂട്ടാണ്. ഫൈബ്രസ് റൂട്ട് വരുന്നതിനൊക്കെ ലീഫിൻ്റെത് പാരലൽ വീനേഷനാണ്. ടാപ്പ് റൂട്ട് സിസ്റ്റം വരുന്ന അതൊക്കെ റെക്ടിക്കുലേറ്റ് വീനേഷനാണ്. ആ ഒരു റിലേഷൻ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വൺസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ലീഫ് കണ്ടാൽ നമുക്ക് റൂട്ട് മനസ്സിലാവും. റൂട്ട് പുറത്ത് കണ്ടില്ലെങ്കിലും നമുക്ക് ലീഫ് കണ്ടാൽ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ഐഡിയ ഇവിടെ കിട്ടും. അപ്പം ലീഫ് ഇപ്പോൾ പാരലൽ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ റൂട്ട് ഫൈബ്രസ് ആയിരിക്കും. അതേമാതിരി ലീഫ് വീനേഷൻ റെക്ടിക്കുലേറ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ റൂട്ട് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് നേച്ചറിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മരത്തിൻ്റെ വേര് മണ്ണിൻ്റെ അടിയിലായതുകൊണ്ട് നമുക്കത് എന്താണെന്ന് മനസ്സിലാകാൻ കുഴിച്ചു നോക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ലീഫ് നോക്കിയാൽ മതി. അതാണ് ഇവിടെ മനസ്സിലാവുന്നത്. നൗ സ്റ്റഡി ദ ടേബിൾ കെയർഫുള്ളി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ റൂട്ട് സിസ്റ്റം ആൻഡ് വീനേഷൻ. കേട്ടോ, റൂട്ട് സിസ്റ്റവും ലീഫിന്റെ വീനേഷനും തമ്മിലൊരു ബന്ധമുണ്ട്. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഓട്ടോബയോഗ്രഫി ഓഫ് എ പാഡി ഗ്രെയിൻ. അപ്പോൾ ഇവിടെ പാഡി ഗ്രെയിൻ പറയുന്ന ഒരു ആത്മകഥ. ഐ വാസ് ബോൺ ആസ് എ ഡോട്ടർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് മദേഴ്സ് ഹു ലിവ്ഡ് ഹാപ്പിലി. വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു കൂട്ടം അമ്മമാരുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്.
there were many of us on mother's grain stock. അപ്പോൾ അമ്മയുടെ കൂടെ ഞങ്ങൾ അനേകർ കുട്ടികളുണ്ടായിരുന്നു. ഗ്രെയിൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇവിടെ നെൽക്കതിരിനെ കേട്ടോ പറയുന്നത്. ഞങ്ങൾ അനേകരുണ്ടായിരുന്നു ഒരു ഗ്രെയിൻ സ്റ്റോക്കിൽ. സം ഓഫ് us were eaten by a pest called ചാഴി. അപ്പോൾ ചാഴി എന്ന് പറഞ്ഞ ഒരു വണ്ട് ഞങ്ങളെ ചിലരെയൊക്കെ തിന്നു കളഞ്ഞു. The rest of us grew up strong and ripened. ബാക്കിയുള്ളവരൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു. Farmers reaped our mothers. അങ്ങനെ ഫാമേഴ്സ് കർഷകർ ഞങ്ങൾ അമ്മമാരെ കൊയ്തെടുത്തു. Who bore us bright and golden in the hands, threshed and cleaned them. അപ്പോൾ ഫാമേഴ്സ് എന്ത് ചെയ്ത് ഞങ്ങളെ വളരെ നല്ലോണം മെതിച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഒക്കെ റെഡിയാക്കി. ഇറ്റ് വാസ് ഫ്രം there I reached അരുൺസ് ഹൗസ്. അവിടുന്നാണ് ഞാൻ അരുണിൻ്റെ വീട്ടിലെത്തിയത്. When we were laid in the sun on a mat to dry, I was scattered to a corner in the yard. അപ്പോൾ ഞങ്ങളെ ഒരു മാറ്റിൽ അങ്ങനെ ഉണക്കാൻ ഇങ്ങനെ വെതറിയിട്ട സമയത്ത് ഞാൻ അവിടുന്ന് ആ പായന്ന് തെറിച്ച് യാർഡിൻ്റെ ഒരു കോർണറിൽ പോയി വീണു. വിത്ത് ദ സമ്മർ റെയിൻസ് ഐ സ്റ്റാർട്ടഡ് ചേഞ്ചിങ് ഓൾ ഓവർ. അങ്ങനെ വേനൽ മഴ കിട്ടിയപ്പോൾ എൻ്റെ രൂപമൊക്കെ മാറി. അങ്ങനെ ഞാൻ ഒരു പുല്ലായി മുളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ആത്മകഥയാണ് ആ ഒരു പാഡി ഗ്രെയിൻ, ആ ഒരു നെല്ല് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താ, വാട്ട് കുഡ് ബി ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ്. അപ്പോൾ ഇനി ഈ വിത്തിൽ നിന്ന് എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിച്ചത് എന്നാണ് നമ്മളിനി മുന്നോട്ട് പഠിക്കാൻ പോകുന്നത്. പാഡി ഗ്രെയിൻ പറയുന്ന ഓട്ടോബയോഗ്രഫിയിലുള്ള ചാഴി എന്ന് പറഞ്ഞ ഒരു പെസ്റ്റ്, ഒരു ചെറിയൊരു കീടം ഞങ്ങളെ നെൽമണികളെല്ലാം ഞങ്ങളെ ചിലരെയൊക്കെ തിന്നു കളഞ്ഞു എന്ന് അവിടെ പറയുന്നുണ്ട്. ആ തിന്നു കളഞ്ഞ ആ പ്രാണിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ഇവിടെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ജെർമിനേഷൻ ഓഫ് എ പാഡി ഗ്രെയിൻ. അപ്പോൾ പാഡി ഗ്രെയിൻ മുളച്ചു വരുന്നതിൻ്റെ പല പല സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ജെർമിനേഷൻ ഓഫ് എ പീ സീഡ്, ഒരു പയറുമണിയുടെയും ഇതേമാതിരി മുളച്ചു വരുന്നതിൻ്റെ പല സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഒരു ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് എ പ്ലാന്റ് കംസ് ഔട്ട് ഫസ്റ്റ് ഫ്രം എ ജെർമിനേറ്റിംഗ് സീഡ്. അപ്പോൾ ഒരു മുളച്ചു വരുന്ന സീഡിൽ നിന്ന് ഏത് പാർട്ടാണ് ഫസ്റ്റ് വരിക? വാട്ട് ഡിഡ് ദാറ്റ് പാർട്ട് വിച്ച് കം ഔട്ട് ഫസ്റ്റ് ഫ്രം ദ സീഡ് ഫോം ഇൻ ടു. അപ്പോൾ ഫസ്റ്റായിട്ട് സീഡിൽ നിന്ന് പുറത്ത് വന്ന ആ പാർട്ട് ഏത് ഭാഗമായിട്ടാണ്, ചെടിയുടെ ഏത് ഭാഗമായിട്ടാണ് മാറിയത്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിയിട്ട് അത് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാം, മണ്ണിൽ നിന്ന് പുറത്തേക്കുള്ള ഭാഗത്തിന് പ്ലൂമ്യൂൾ എന്നും മണ്ണിൽ നിന്ന് താഴോട്ട് പോയ ഭാഗത്തിന് റാഡിക്കൽ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു വിത്തിൽ നിന്ന് ഫസ്റ്റ് പുറത്ത് വരുന്ന ആ ഭാഗത്തിന് റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റ് പുറത്തേക്ക് വന്ന ഭാഗത്തിൻ്റെ പേര് റാഡിക്കൽ ആണ്. പിന്നെ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഡിഡ് ദ പാർട്ട് ദാറ്റ് കം ഔട്ട് ഫസ്റ്റ് ഗ്രോ ഇൻ ടു റൂട്ട്. ഫസ്റ്റ് പുറത്തേക്ക് വന്ന പാർട്ടാണോ റൂട്ടായിട്ട് മുളച്ചത്, റൂട്ടായിട്ട് മാറിയത്? അതൊരു ചോദ്യമുണ്ട്. ദ പാർട്ട് ദാറ്റ് കംസ് ഔട്ട് ഫസ്റ്റ് ഫ്രം ദ സീഡ് ഈസ് കോൾഡ് റാഡിക്കൽ. The part that comes out after the radical becomes the stem of the plant. അപ്പോൾ റാഡിക്കലിന് ശേഷം പുറത്ത് വരുന്ന ഭാഗത്തിന് പ്ലൂമ്യൂൾ എന്നാണ് പറയാ. അതാണ് ചെടിയുടെ സ്റ്റെം ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലായി നമുക്ക്? ഫസ്റ്റ് പുറത്ത് വരുന്ന ഭാഗം റാഡിക്കൽ ആണെന്നും അതിനുശേഷം പുറത്ത് വരുന്നത് പ്ലൂമ്യൂൾ ആണെന്നും പ്ലൂമ്യൂൾ സ്റ്റെം ആയിട്ടും റാഡിക്കൽ റൂട്ടായിട്ടും മാറും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കും. ഈസ് ഇറ്റ് ദ പ്ലൂമ്യൂൾ ദാറ്റ് ഗ്രോസ് ഇൻ ടു ദ സ്റ്റെം? ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. നമ്മൾ താഴോട്ട് നോക്കാം. ഫ്രം വേർ ഡിഡ് ദ റാഡിക്കൽ ആൻഡ് ദ പ്ലൂമ്യൂൾ ഗെറ്റ് ഫുഡ് ടു ജെർമിനേറ്റ്? ഓക്കെ, അപ്പോൾ ഇനി മുളച്ചു വരുന്ന ചെടിക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുന്നത്? കാരണം ചെടിക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ ലീഫ് ഉണ്ടാവണം, ലീഫിൽ നിന്ന് ഫോട്ടോസിന്തസിസ് നടക്കണം. അപ്പോൾ ഈ പുതിയ ചെടിക്ക് ലീഫ് വരുന്നത് വരെ എവിടുന്ന് ഭക്ഷണം കിട്ടും? ഹാവ് യു തോട്ട് അബൌട്ട് ദിസ്? നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഡിഡ് യു സീ ദ റാഡിക്കൽ ആൻഡ് ദ പ്ലൂമ്യൂൾ ഇൻ ദ പിക്ചർ? അപ്പോൾ പിക്ചറിൽ റാഡിക്കലും പ്ലൂമ്യൂളും നിങ്ങൾ കണ്ടു. വിച്ച് ഈസ് ദ പാർട്ട് സീൻ ബിസൈഡ്സ് ദീസ്? അപ്പോൾ ഇത് കൂടാതെ വേറെ 2 പാർട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിരുന്ന കോട്ട്ലിഡൻസ് എന്ന് പറഞ്ഞിട്ട്. ദ തിക്ക് ലീഫ് ലൈക്ക് പാർട്ട് സീൻ ഇൻ ദ പ്ലൂമ്യൂൾ ഓഫ് ദ ജെർമിനേറ്റിംഗ് പീ സീഡ് ഈസ് ദ കോട്ട്ലിഡൻസ്. അപ്പോൾ മുളച്ചു വരുന്ന പയറുമണിയിൽ ആ തിക്ക് 2 ലീഫ് പോലെയുള്ള 2 പാർട്ടിനെയാണ് കോട്ട്ലിഡൻ എന്ന് പറയുന്നത്. The food required for a seed to germinate is stored in the cotyledons. അപ്പോൾ പുതിയതായിട്ട് മുളച്ചു വരുന്ന ചെടിക്ക് ആവശ്യമായ ഫുഡ് ഈ കോട്ട്ലിഡൻസിലാണ്
ശേഖരിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ താഴോട്ട് നമുക്ക് എന്ത് കാണാം? The plant uses the food in the cotyledons, so the cotyledons shrink and decrease in size as the plant grows. അപ്പോൾ ഈ കോട്ട്ലിഡനിലുള്ള ഫുഡ് ഈ പ്ലാന്റ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? ഈ കോട്ട്ലിഡൻസ് ചുരുങ്ങിപ്പോവും, ഷ്രിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ചുരുങ്ങിയിട്ട് അത് ചെറിയ സൈസായിട്ട് മാറും. പിന്നെ the plant grows using the food in the cotyledons till it prepares its own food. അതായത് അതിന്റെ സ്വന്തം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ ഈ കോട്ട്ലിഡനിലുള്ള ഫുഡാണ് ഇത് എടുക്കുക. സ്വന്തം ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇലകളെങ്കിൽ വരുന്ന തുടങ്ങണം. അപ്പോൾ വൺസ് ഫസ്റ്റ് ഇല വന്ന് പുറത്തേക്ക് റെഡി ആയാൽ ഈ കോട്ട്ലിഡനിൽ ഫുഡ് എടുക്കുന്നത് നിർത്തിയിട്ട് അത് ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്യും. ഡു യു സീ 2 cotyledons in a paddy grain also? ഇപ്പോൾ പാഡി ഗ്രെയിനിൽ നിങ്ങൾ ഈ 2 കോട്ട്ലിഡൻ കാണുന്നുണ്ടോ? There is only 1 cotyledon in the paddy grain. ഇല്ല, പാഡി ഗ്രെയിനിൽ 1 കോട്ട്ലിഡനേ ഉള്ളൂ. അപ്പോൾ അവിടെ 2 കോട്ട്ലിഡൻ ഉണ്ട്, 1 കോട്ട്ലിഡൻ ഉണ്ട്. അപ്പോൾ താഴെ അവിടെ പറയുന്നത് കണ്ടോ? Plants having only 1 cotyledon are called monocotyledonous plants, അല്ലെങ്കിൽ monocots എന്ന് പറയും. Plants having 2 cotyledons are called dicotyledonous plants, അല്ലെങ്കിൽ dicots എന്ന് പറയും. അപ്പോൾ 2 കോട്ട്ലിഡനും സിംഗിൾ കോട്ട്ലിഡനുള്ള വിത്തുകളുണ്ട്. What are the changes that occur when a seed germinates? Don't you want to know this? അപ്പം സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഇത് അറിയണ്ടേന്ന്. ഇവിടെ ഡയഗ്രാം ഓഫ് സീഡ് ജെർമിനേഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് അവിടെ മനസ്സിലാക്കാം. ഫസ്റ്റ് നമ്മൾ സീഡിനെ കുഴിച്ചിട്ടു, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ റാഡിക്കൽ പുറത്തേക്ക് വന്നു. കണ്ട റാഡിക്കലാണ് ഫസ്റ്റ് പുറത്തേക്ക് വരിക. ആ റാഡിക്കൽ റൂട്ടായി മാറി. അതേ സമയത്ത് പ്ലൂമ്യൂൾ അവിടെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് പുറത്തേക്ക് വന്നു, മണ്ണിന് പുറത്തേക്ക് വന്ന് അത് സ്റ്റെമ്മായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലൂമ്യൂൾ സ്റ്റെമ്മായി മാറി. അതിനുശേഷം ഫസ്റ്റ് ലീഫ് പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഫസ്റ്റ് സെറ്റ് ഓഫ് ലീഫ് പുറത്തേക്ക് വന്നു. ഇത്രയും കഴിഞ്ഞാൽ ഇനി ഈ ചെടി അങ്ങോട്ട് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്റ്റേജ് ആകുന്നത് വരെ ഈ കോട്ട്ലിഡനിൽ നിന്നാണ് ഈ ചെടി ഫുഡ് എടുത്തിരുന്നത്. ഇനിയിപ്പോൾ ലീഫ് വന്നല്ലോ, ലീഫ് വന്ന ഇനി ഫോട്ടോസിന്തസിസ് മുഖാന്തരം ആ ചെടിക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ താഴത്തെ ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. റാഡിക്കൽ ആൻഡ് പ്ലൂമ്യൂൾ നമുക്ക് ഒരു സീഡിൽ കാണുന്ന വിധത്തിൽ. അപ്പോൾ ആ സീഡിന്റെ 2 കോട്ട്ലിഡൻ 2 സൈഡിലേക്ക് കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ഇത് കാണാം. അതിൽ താഴോട്ട് മുളയ്ക്കുന്നത് റാഡിക്കലും മേലോട്ട് പോകുന്നത് പ്ലൂമ്യൂളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറിയ കടല, പയറ് പോലത്തെ ഇതൊക്കെ സീഡൊക്കെ ഒന്ന് വെള്ളത്തിൽ പുതർത്തി പൊട്ടിച്ചാൽ നമുക്ക് അതിനെ ലെൻസ് വെച്ചൊക്കെ നോക്കി ഏകദേശം ഈ ഒരു ടിപ്പിൽ അതിനെ കാണാൻ പറ്റും. ഡിയർ സ്റ്റുഡൻസ്, ദ ലീഫ് ടു ഹാസ് ടു സേ എന്ന ലെസന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ലെസൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ലൈക്കിംഗ് മൈ വീഡിയോ.